നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്ന് കഴിഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്ന് അവസാനിച്ചു. എന്നാൽ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണുള്ളത്. നാളെ രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് നമ്മളുടെ റിസർവ് ബാങ്ക് ഇവിടുത്തെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വളരെ വലിയൊരു ഈവൻ്റാണ് നാളെ നടക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 15 എന്ന നിലയിലാണ് ഈവൻ. US വിക്സ് 11 ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ വിക്സ് ഇത്ര ഹയർ റേഞ്ചിലേക്ക് ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ നാളെ നമുക്കുള്ള ഏറ്റവും വലിയ ഈവൻറ്റ് അതാണ്. യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും ഇപ്പോൾ അത്ര വലിയ ഒരു റാലിയിലല്ല ഉള്ളത്. സ്നാപ്ചാറ്റൊക്കെ US-ൽ 30% ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഫോൾ ആയതുകൊണ്ട് ഏകദേശം ഒരു 20% അടുത്തൊക്കെ സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്ന് നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടിയത്. നിഫ്റ്റി ഇന്ന് ഇൻഡിക്കേറ്റ് ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പിൽ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്തു. 22,040 നിഫ്റ്റി പോയി. അതിനുശേഷം ഒരു ഫോൾ ഉണ്ടായി. നിഫ്റ്റി 21,800 സപ്പോർട്ട് എടുത്തു. 880 സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ചെറിയ രീതിയിൽ റിക്കവറി നടത്തി 21,941 നിഫ്റ്റിയുടെ നിൽപ്പ്. അതായത് ഇന്നലെ എവിടെയാണോ ക്ലോസ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തു. നിഫ്റ്റി കാണാം ഒരു പോയിന്റ് മാത്രം ഉയർന്നു. സെൻസെക്സും ഫ്ലാറ്റാണ്, ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റാണ്. ഒരു ഇൻഡെക്സും വലിയ മൂവ്മെൻറ്റ് ഒന്നും തന്നെ ഇന്ന് നടത്തിയിട്ടില്ല. നിഫ്റ്റിയിൽ ഇന്ന് SBI, ഗ്രാസിം, JSW സ്റ്റീൽ, HDFC ലൈഫ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 4% വരെയുള്ള റാലി, SBI 3.25% മുകളിൽ നിന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോൾ ആയിട്ടുള്ളത് പ്രധാനമായിട്ടും IT കമ്പനി ആയിട്ടുള്ള ടെക്കം 2.25%, പവർ ഗ്രിഡ് 2.5%, ഇൻഫോസിസ് മറ്റൊരു IT കമ്പനി 2%, അദാനി പോർട്ട് 1.5%, മറ്റൊരു IT കമ്പനി ആയിട്ടുള്ള TCS 1.5% ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് പരിശോധിക്കാം. 21,930 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് 22,000 ഉണ്ട്, 22,100, 22,200, 300 റേഞ്ചിലാണ് ഉള്ളത്. സപ്പോർട്ട് 21,800, ആദ്യ സപ്പോർട്ട് 21,700, മറ്റു സപ്പോർട്ട് 21,500 അതിനുശേഷമുള്ള സപ്പോർട്ട് ഉള്ളത്. നാളെ ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഇന്ത്യൻ സമയം 6 മണിക്ക് വരും. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ രാവിലെ 10 മണിക്ക് വരും. വെള്ളിയാഴ്ച ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ 12:30 വരുന്നുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ 61 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവായി ട്രേഡിംഗ് തുടരുന്നു. ഇന്ത്യ വിക്സ് 15, ബിറ്റ് കോയിൻ 200 പോയിൻറ്റ് റാലി രേഖപ്പെടുത്തി 42,979. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK മാർക്കറ്റ്, ഫ്രാൻസ് മാർക്കറ്റ്, ജർമ്മനി മാർക്കറ്റാണ്. ഡാക്സ്, CSE 40, FTSE അതെല്ലാം തന്നെ റെഡിലാണ്. പിന്നീട് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ച നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. കോസ്പി കൊറിയ, ഷാങ്ഹായ്, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഷാങ്ഹായ് ചൈന ഇന്ന് 1.5% റാലി രേഖപ്പെടുത്തി. ഇന്നലെ ചൈന മാർക്കറ്റ് 3.5% റാലി രേഖപ്പെടുത്തി. ഈ ഒരു വർഷത്തെ ഏറ്റവും മികച്ച ഒരു 2 ദിവസങ്ങളാണ് ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഉള്ളത്. ഗോൾഡ് കാണാം. ഏറ്റവും ടോപ്പിൽ $2,030 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിനെ പറ്റി പറയുമ്പോൾ ഗോൾഡ് ഈ 2031 ഡിസംബർ മെച്യൂരിറ്റി ഉള്ള സോവറിൻ ഗോൾഡ് ബോണ്ട് ഏകദേശം ഒരു 6,190 രൂപ ഫേസ് വാല്യൂ ഉള്ള ഗോൾഡ് ഫേസ് വാല്യൂവിന് താഴെ ഇപ്പോൾ അവൈലബിൾ ആണ് എന്ന് മാത്രമല്ല സെറോദയിൽ ഇത് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യാനും പറ്റുകയും ചെയ്യും. കൂടാതെ തന്നെ ഇതൊരു ക്യാഷ് കമ്പോണൻ്റ് ആയിട്ട് സെറോദ അംഗീകരിക്കുന്നത് കൊണ്ട് സെറോദയിലെ പ്ലഡ്ജ് ലിസ്റ്റിൽ ഇത് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പേഴ്സണലി ആളുകൾ കൂടുതൽ ഇത്തരത്തിലുള്ള ക്യാഷ് കമ്പോണൻറ്റിനെല്ലാം തന്നെ നോക്കുന്നത്. കാരണം ബ്രോക്കർ ക്യാഷ് കമ്പോണൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 2.5% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. 5 വർഷം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അപ്രീസിയേഷൻ്റെ പുറത്ത് നമുക്ക് ടാക്സും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമത്തിൻ്റെ ഒരുപാട് ഫെസിലിറ്റീസ് എല്ലാം തന്നെ അത് നമ്മൾ പാലിച്ച് ഇതിൻ്റെ ഫെസിലിറ്റി നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ പ്രൊഫഷണലായിട്ടുള്ള ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് GSECകളുണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, SGBs ഉണ്ട്, ക്യാഷ് കമ്പോണൻ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഈവൻ ക്യാഷ് കമ്പോണൻ്റ് അല്ലാത്ത മ്യൂച്വൽ ഫണ്ട് പോലും നമുക്ക് ബ്രോക്കറിന് പ്ലഡ്ജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡിംഗ് മെത്തേഡാണ് നമ്മൾ പൊതുവേ അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനായിട്ട് കോഴിക്കോട് ഈ ഞായറാഴ്ച നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് വെക്കുന്നുണ്ട്. കൊച്ചിയിലും അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നവർക്ക് പഠിക്കുക, ഇതല്ലെങ്കിൽ ഓൺലൈനായിട്ടും പഠിക്കാം. 2 പേർക്കും താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ട്രെൻഡ് കമ്പനി എന്ന് പറയുന്ന വെസ്റ്റ് സൈഡ്, അതല്ലെങ്കിൽ ട്രെൻഡ്സ്, സുഡിയോ തുടങ്ങിയ ഈ ഒരു വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്ത്ര വ്യാപാര ചെയിനാണ് ട്രെൻഡ്. അപ്പോൾ ട്രെൻഡ് 19% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഇവർ 370 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം അവർ റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റ്. അതിൽ നിന്ന് 140% അറ്റാദായം ഉയർത്തി. ഇന്ന് ഈ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ കമ്പനി 350 രൂപയ്ക്ക് ട്രേഡ് ചെയ്ത കമ്പനിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3600 രൂപക്കാണ് ട്രേഡ് ചെയ്യുന്നത്. പേ ടി എമ്മിൻ്റെ CEO RBI പ്രതിനിധികളെ കാണും, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററെ കാണും എന്നുള്ള വാർത്തകൾ കാരണം ഇന്നും 10% അപ്പർ സർക്യൂട്ട്. കാനറ ബാങ്ക് ഇവർ ഫെബ്രുവരി 26 സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഡിവിഡൻഡ് 12 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഫെബ്രുവരി 1 ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വിലയിൽ നിന്നും താഴ്ത്തി 150 രൂപ വിലക്ക് നിങ്ങൾക്ക് ആ സ്റ്റോക്ക് കമ്പനി തരാനായിട്ട് തയ്യാറാണ്. ഇതിന് റൈറ്റ് ഇഷ്യൂ എന്നാണ് പറയുന്നത്. നിലവിലെ നിക്ഷേപകർക്ക്, കമ്പനിയുടെ നിലവിൽ നിക്ഷേപം നടത്തിയ ആളുകൾക്ക് വീണ്ടും ഷെയറുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്ന ഈ റൈറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നെസ്ലെ ലീഡിംഗ് ആയിട്ടുള്ള FMCG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.5% ഉയർന്നു, റവന്യൂ 8% ഉയർന്നു. ആസ്ട്രസെൻസിക്ക ഫാർമ $300 മില്യൺ US സെൽ തെറാപ്പി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കുന്നു. നസാറ ടെക് ലീഡിംഗ് ആയിട്ടുള്ള മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. അടുത്തിടെ സെറോദ എല്ലാം തന്നെ ഈ ഒരു നസാറയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നമ്മളുടെ രാകേഷ് ജി ആണ് ഈ IPO സമയത്ത് ഒരുപാട് ബാക്കപ്പ് ചെയ്തത് ഈ ഒരു കമ്പനിക്ക്. നെറ്റ് പ്രോഫിറ്റ് 45% ഉയർന്ന് 29 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 2% ഉയർന്നു. IOL കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞ് 23 കോടി രൂപ, ഡിവിഡൻഡ് 5 രൂപ അവർ കൊടുക്കുന്നുണ്ട്. നവീൻ ഫ്ലോറൈൻ നെറ്റ് പ്രോഫിറ്റ് 27% ഇടിഞ്ഞ് 78 കോടി രൂപ. ബ്രിട്ടാനിയ നെറ്റ് പ്രോഫിറ്റ് 40% ഇടിഞ്ഞ് 556 കോടി രൂപ കരസ്ഥമാക്കി. അശോക് ബിൽഡ്കോൺ കമ്പനി 520 കോടി രൂപയുടെ ഓർഡർ കിട്ടി. മണപ്പുറം ഫിനാൻസ്, കേരളം ആസ്ഥാനമായിട്ടുള്ള മണപ്പുറം ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 46% ഉയർന്നു. കൂടാതെ തന്നെ 90 പൈസ സ്റ്റോക്ക് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇന്ദിരാപ്രസാദ് ഗ്യാസ് കമ്പനി ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യാനായിട്ട് കമ്പനി തയ്യാറെടുക്കുന്നു. ജംന ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് 41 കോടി രൂപയിൽ നിന്ന് 54 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. പവർ ഗ്രിഡ് നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 4028 കോടി രൂപ, 4 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ സിമൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39% ഉയർന്ന് 73 കോടി രൂപ കരസ്ഥമാക്കി എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. നാളെ രാവിലെ ഏറെക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമ്മളുടെ ട്രേഡബിൾ ടാബിൽ IPO പോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, ഉപയോഗിക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡബിൾ ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. താങ്ക് യു ഓൾ.